ഹായ് ഓൾ, പ്രിയപ്പെട്ട മക്കളെ, ഈ വർഷത്തെ CUT പരീക്ഷ മെയ് 8 ആരംഭിക്കാൻ പോവുകയാണ്. CUT പരീക്ഷയിൽ ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള പേപ്പറാണ് ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് അഥവാ ജനറൽ ടെസ്റ്റ്. ഈ ജനറൽ ടെസ്റ്റിലെ മാർക്ക് അനുസരിച്ചാണ് പല യൂണിവേഴ്സിറ്റികളും അവരുടെ അഡ്മിഷൻ ക്രൈറ്റീരിയ ആയിട്ട് വെക്കുന്നത്. ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിൽ അല്ലെങ്കിൽ ജനറൽ ടെസ്റ്റ് പേപ്പറിൽ എത്രത്തോളം നിങ്ങൾ മാർക്ക് നേടുന്നു അത്രത്തോളം നിങ്ങൾക്ക് നല്ല പ്രീമിയം യൂണിവേഴ്സിറ്റികളിൽ നിങ്ങൾക്ക് പ്രവേശനം ഉറപ്പാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ ജനറൽ ടെസ്റ്റ് അല്ലെങ്കിൽ ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിന് സ്വീകരിക്കേണ്ട സ്ട്രാറ്റജീസ് എന്തൊക്കെയെന്നാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത്. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ടേൺ ടു ലേൺ. ടേൺ ടു ലേണിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എങ്ങനെയാണ് ജനറൽ ടെസ്റ്റിന് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത്? ജനറൽ ടെസ്റ്റിൽ നിങ്ങൾക്കറിയാം, സാധാരണഗതിയിൽ 2022 മുതൽ ചോദിക്കുന്ന സിലബസുകൾ നമുക്ക് അവൈലബിൾ ആയിട്ട് NTA വെബ്സൈറ്റിലൊക്കെ നമുക്ക് തന്നിട്ടുണ്ട്. ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, റീസണിങ്, GK, ഈ 3 ഏരിയകളിൽ നിന്നായിട്ടാണ് ക്വസ്റ്റ്യൻസ് സാധാരണഗതിയിൽ ചോദിക്കാറുള്ളത്. അപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നിങ്ങൾ നോക്കുന്ന സമയത്ത് ഓരോ ഏരിയയിൽ നിന്നും എത്രത്തോളം ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളത് എന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഉദാഹരണത്തിന് 2024 ജനറൽ ടെസ്റ്റിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുകയാണെങ്കിൽ 17 ക്വസ്റ്റ്യൻസ് ആണ് റീസണിങ്ങിൽ നിന്ന് വന്നിട്ടുള്ളത്. റീസണിങ്ങിൽ നിന്ന് മാത്രം വന്നിട്ടുള്ള 17 ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ കഴിഞ്ഞ വർഷം നിങ്ങൾക്കറിയാം, ജനറൽ ടെസ്റ്റിൽ 60 ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അതിൽ 50 ക്വസ്റ്റ്യൻ മാത്രം അറ്റൻഡ് ചെയ്താൽ മതി. അതിൽ 17 ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് റീസണിങ്ങിന് വന്നിട്ടുണ്ട്. അത്രത്തോളം ക്വസ്റ്റ്യൻസ് ആണ് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് എന്ന് വന്നിട്ടുള്ളത്. ബാക്കി വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് മൊത്തം GK എന്നാണ്. അപ്പൊ എപ്പോഴും കൂടുതൽ ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യേണ്ടത് GK എന്നാണ്. വാസ്റ്റ് സിലബസ് ആണ് GK എന്നുള്ളത്. അപ്പോൾ GKയിൽ നമുക്ക് അറിയാം, കോൺസ്റ്റിറ്റ്യൂഷൻ വരുന്നുണ്ട്, ഹിസ്റ്ററി വരുന്നുണ്ട്, ജോഗ്രഫി വരുന്നുണ്ട്, എക്കണോമിക്സ് വരുന്നുണ്ട്, സയൻസ് വരുന്നുണ്ട്, കറണ്ട് അഫയേഴ്സ് വരുന്നുണ്ട്. ഇത്രയും വാസ്റ്റ് ആയിട്ടുള്ള സിലബസ് ആണ് GK എന്നുള്ളത്. അപ്പൊ അതിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്നത്. അതിൽ നിന്നാണ്. അപ്പൊ 30% ക്വസ്റ്റ്യൻസ് ആണ് റീസണിങ്ങിന് വരുന്നത്. 30% ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് എന്ന് വരുന്നു. ബാക്കി 40% ക്വസ്റ്റ്യൻസ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് GKയിൽ നിന്നാണ്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ഏരിയാസിൽ നിന്നാണ് ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പൊ GK വാസ്റ്റ് ആയിട്ടുള്ള ഏരിയ ആണ്. പക്ഷെ നിങ്ങൾക്ക് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിലും അതുപോലെ തന്നെ റീസണിങ്ങിലും നിങ്ങൾക്ക് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ കാര്യമായിട്ടുള്ള അഡ്വാൻറ്റേജസ് നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. പ്രത്യേകിച്ച് റീസണിങ് അതുപോലെ തന്നെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡും ഒരിക്കൽ കൂടി പറയാണ്, പ്രാക്ടീസ് ആണ്. പ്രാക്ടീസിലൂടെ നിങ്ങൾക്ക് ആ ഏരിയാസ്, കുറഞ്ഞ ഏരിയാസ് ഉള്ളൂ. റീസണിങ്ങിൽ ഒരു 12ഓളം ടോപ്പിക്കുകളുള്ളൂ. നിങ്ങൾക്കറിയാം, വെൻ ഡയഗ്രാം, അതുപോലെ തന്നെ പസിൽസുകൾ, കോഡിങ് ആൻഡ് ഡീകോഡിങ്, സീരീസ്, ഓക്കെ, ഇത്തരത്തിലുള്ള അനലോളജികൾ, ഫിഗർ സീരീസ്, ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് റീസണിങ്ങിൽ വരുന്നത്. കൃത്യമായിട്ടുള്ള പ്രാക്ടീസ് ഉണ്ടെങ്കിൽ റീസണിങ്ങിൽ നിങ്ങൾക്ക് മാസ്റ്റേഴ്സ് ആവാം. അതേപോലെ തന്നെയാണ് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്. 10-12 ടോപ്പിക്കുകളാണ് വരുന്നത്. ഈ 10-12 ടോപ്പിക്കുകൾ നിങ്ങൾക്ക് പ്രാക്ടീസിലൂടെ പെർഫെക്റ്റ് ആക്കി മാറ്റാൻ പറ്റും. അപ്പോൾ ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിൽ നിങ്ങൾ യൂസ് ചെയ്യേണ്ട സ്ട്രാറ്റജി എന്നുള്ളത് റീസണിങ്ങും ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിൽ നിന്ന് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ സബ്ജക്ട് വൈസ്ഡ് ആയിട്ടുള്ള ഓരോ ഏരിയസ്, ഇപ്പോൾ ഹ്യൂമാനിറ്റീസ് ആയിട്ടുള്ള സബ്ജക്ട് വൈസ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഹിസ്റ്ററി, അതുപോലെ തന്നെ എക്കണോമിക്സ്, അതുപോലെ തന്നെ പൊളിറ്റിക്കൽ സയൻസ് പോലത്തെ ടോപ്പിക്കുകൾ നിങ്ങൾക്ക് നല്ല അഡ്വാൻറ്റേജ് ഉണ്ടാവും. അതുപോലെ തന്നെ സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള കുട്ടികൾക്ക് സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ഫിസിക്സ്, ബേസിക് ആയിട്ടുള്ള ഫിസിക്സ് നിന്നും കെമിസ്ട്രിയിൽ നിന്നും ബയോളജിയിൽ നിന്നും മാത്സ് നിന്നൊക്കെ വരുന്ന ക്വസ്റ്റ്യൻസുകളിൽ നിങ്ങൾക്ക് അഡ്വാൻറ്റേജസ് ഉണ്ടാവും. അപ്പോൾ ഈ അഡ്വാൻറ്റേജസ് പരമാവധി മുതലെടുക്കുക. അതുപോലെ തന്നെ കറണ്ട് ആയിട്ടുള്ള ഇവന്റ്സുകളെ കുറിച്ച് നോട്ട് ചെയ്യുക. അപ്പോൾ ഇതിന് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഏരിയാസ് ആണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ. നിങ്ങൾക്ക് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ്റെ പാറ്റേണുകൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, ടേൺ ടു ലേൺ നിങ്ങൾക്ക് അതിന് വേണ്ടിയിട്ടുള്ള ഒരു സൗകര്യം ഒരുക്കുകയാണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിനുള്ള ഒരു ഡിസ്കഷൻ പ്ലാറ്റ്ഫോമുകളാണ് ടേൺ ടു ലേൺ ഒരുക്കുന്നത്. അതിന് ഫ്രീ ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഫോം ചെയ്തിട്ടുണ്ട്. CUT UG 2025 പ്രിപ്പയർ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറും അതുപോലെ തന്നെ അതിനുള്ള മെറ്റീരിയൽസും പ്രൊവൈഡ് ചെയ്യുന്ന ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അത് തികച്ചും ഫ്രീ ആണ്. നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്യാം. ആ ഗ്രൂപ്പിന്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ ഫസ്റ്റ് കമന്റിലും കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കും അതുപോലെ തന്നെ നിങ്ങളുടെ കൂടെ പരീക്ഷ എഴുതുന്ന ആൾക്കാരിലേക്കും ആ ഗ്രൂപ്പ് എത്തിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും നിർദ്ദേശങ്ങൾ ഉണ്ടെങ്കിൽ ഈ വീഡിയോക്ക് താഴെ എന്ത് ചെയ്യാം,
നിങ്ങളുടെ അഭിപ്രായങ്ങളായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ ഏതൊക്കെ സബ്ജക്റ്റാണ് ഡൊമൈൻ സബ്ജക്റ്റ് ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത് എന്നുള്ളത്, സയൻസ് സബ്ജക്റ്റുകൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഹ്യൂമാനിറ്റീസിലെ സബ്ജക്റ്റുകൾ, ഡൊമൈൻ സബ്ജക്റ്റുകൾ ഹ്യൂമാനിറ്റീസിലെയും സയൻസിലെയും കൊമേഴ്സിലെയും സബ്ജക്റ്റുകളും, അതുപോലെ തന്നെ ജനറൽ ഇംഗ്ലീഷ്, ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, എല്ലാ തരത്തിലുള്ള ക്വസ്റ്റ്യൻസും നമ്മൾ, അതായത് 27 സബ്ജക്റ്റിന്റെ ഏരിയാസും നമ്മൾ ഈ ഗ്രൂപ്പിലൂടെ അല്ലെങ്കിൽ ഈ ചാനലിലൂടെ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമുക്ക് പെട്ടെന്ന് ഈ ഏരിയാസ് ഒക്കെ കവർ ചെയ്യാനുള്ള ഏറ്റവും വലിയ ഷോർട്ട് കട്ട്. അപ്പോൾ ഈ ചാനൽ തുടരുക, അതുപോലെ തന്നെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക, ഈ ഗ്രൂപ്പ് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. ഓക്കെ, താങ്ക് യു.